ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ മിസ്സിംഗ് ആണ് അല്ലേ? എന്ത് ചെയ്യാനാ, 2 ആഴ്ചയായിട്ട് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ആഷിക്കും എനിക്കും ബീഫ് കഴിക്കാൻ ഒരാഗ്രഹം. എന്നാൽ പിന്നെ നേരെ പോയി ബീഫ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ജർമ്മനിയിൽ നമ്മൾ കേരളത്തിൽ നല്ല ബീഫ് കഴിച്ച് വളർന്ന ആൾക്കാരാണല്ലോ. പക്ഷേ ഇവിടെ നല്ല അടിപൊളി ബീഫൊന്നും അങ്ങനെ കിട്ടത്തില്ല. എസ്പെഷ്യലി നെയ്യുള്ള ബീഫ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെ നിന്നെങ്കിലും നല്ല ബീഫ് കഴിക്കുകയോ കാണുകയോ ചെയ്താൽ നമ്മൾ അപ്പം പോയി മേടിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കൊളീഗ് സൈമൺ എനിക്കൊരു ബീഫ് കറി വെച്ചുകൊണ്ട് വന്നത്. ആളൊരു ബംഗ്ലാദേശിയാണ്. അപ്പോൾ പുള്ളി ബീഫ് കറി വെച്ചുകൊണ്ട് വന്നപ്പോൾ അത് നല്ല ഫാറ്റുള്ള ബീഫ്, എക്സാക്ട്ലി നാട്ടിൽ എങ്ങനെ കിട്ടുന്ന ബീഫാണോ അതുപോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ സൈമണോട് ചോദിച്ചു ഇത് എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്, ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചിടാം, നീ പോയി വാങ്ങിച്ചു നോക്ക്, നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹെർമൻ സ്ട്രാസെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ബീഫ് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ട് അങ്ങോട്ട് പോവുകയാണ്. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഹെർമൻ സ്ട്രാസെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് വളരെയധികം ദൂരെയാണെങ്കിലും എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു 30-35 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ ഹെർമൻ സ്ട്രാസയിലേക്ക് വന്നു. അവിടുന്ന് M44 എന്ന് പറഞ്ഞ ബസ് എടുത്ത് ജസ്റ്റ് ഒരു സ്റ്റോപ്പേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് നടക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു സ്റ്റോർ കാണാൻ പറ്റും. ബെർലിൻ മാർക്കറ്റ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഈ ഷോപ്പ് കാണാൻ ഒരു ടർക്കിഷ് ഷോപ്പ് പോലെ തന്നെ ഇരിക്കുന്ന ടർക്കിഷ് ഷോപ്പാണ്. പക്ഷേ ഇവിടെ കിട്ടുന്ന ബീഫ് അടിപൊളിയാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തേടി പിടിച്ച് വന്നത് കേട്ടോ. അപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മൾ എന്തായാലും സ്റ്റോർ ഒന്ന് കാണുമല്ലോ. അപ്പോൾ ഫ്രണ്ടിലത്തെ ഫ്രൂട്ട്സും വെജീസൊക്കെ ഒന്ന് നോക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജീസൊക്കെ ആയിരുന്നു. പിന്നെ ചെറിയൊരു ബാസ്ക്കറ്റ് എടുത്ത് നമ്മൾ മീറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് നേരെ നടന്നു തുടങ്ങി. ആ ഏരിയയിലുള്ള എല്ലാവരും ഈ ഒരു ഷോപ്പിലാണ് വരുന്നതെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മീറ്റൊക്കെ വേഗം സെല്ലായി പോകുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ചെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായില്ല ശരിക്കും ഏതാ ബീഫ് എന്നുള്ളത്. കാരണം ഒരുപാട് വെറൈറ്റി ബീഫ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. സാധാ കടകൾ കാണുന്നതിലും കൂടുതൽ ഫാറ്റുള്ള ബീഫ് ഇവിടെ ഉണ്ടായിരുന്നു, ഫാറ്റ് ഇല്ലാത്തതും ഉണ്ടായിരുന്നു. പിന്നെ വലിയ പീസ്, അതുപോലെ ഇങ്ങനെ സ്മാഷ് ചെയ്തത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ കിട്ടുന്ന വെറൈറ്റീസ് ഓഫ് മീറ്റ്. പിന്നെ മാരിനേറ്റഡ് ആയിട്ടുള്ള മീറ്റ്, ബീഫ്, ചിക്കൻ, മട്ടൺ. ഇങ്ങനത്തെ ഷോപ്പിൽ ഫിഷ് കിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അയാളോട് പറയാം. അയാളതെടുത്ത് തൂക്കി നമുക്ക് എടുത്ത് പാക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ സൈമൺ മേടിച്ചതിനകത്ത് ഏതാണെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ ഊഹം വെച്ച് കറക്കി കുത്തി ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു 1 kg ആണ് മേടിച്ചത്. പിന്നെ നമുക്ക് തോന്നി ഇനി എങ്ങനെ നല്ലതായി പോയാലോ, തിരിച്ച് ഇവിടം വരെ വന്ന് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു 1.5 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് മേടിച്ച് കഴിഞ്ഞപ്പോൾ ആഷിക്ക് എല്ലും കപ്പയും കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ ആ എല്ലോട് കൂടെയുള്ള ഒരു ബീഫ് പീസും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു കട്ട് ചെയ്ത് തരുമെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ബ്ലേഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതുപോലുള്ള വലിയ മീറ്റുകളൊക്കെ അവർ നമുക്ക് കട്ട് ചെയ്ത് തരും. മട്ടനൊക്കെ പ്രത്യേകിച്ച് കട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ വലുത് വേണോ ചെറുത് വേണോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് കട്ട് ചെയ്യിക്കാവുന്നതാണ്. യൂഷ്വലി ഇവിടെ എല്ലാവരും വലിയ പീസസ് ആയിട്ടൊക്കെ കൊണ്ടുപോകാറ്. പക്ഷെ നമ്മൾ ചെറുതാക്കി തരുമോ എന്ന് ചോദിച്ച് പുള്ളി നമുക്ക് ചെറുതാക്കി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് വന്ന പ്രധാന ഉദ്ദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ടർക്കിഷ് ഷോപ്പ് ആയതുകൊണ്ട് കുറേ സ്വീറ്റ്സും പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സ്വീറ്റ്സൊക്കെ എടുത്ത് നോക്കിയതാണ്. പക്ഷേ ആവശ്യം വന്നില്ല. എൻ്റെ ബാഗിൽ ഓൾറെഡി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന 2 മഫിൻസും ക്യാരറ്റ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വീറ്റ്സിന് നമ്മുടെ അടുത്ത് സാധനമുണ്ട്. സോ വെറുതെ മേടിച്ചില്ല. ഈ കാണുന്ന സ്വീറ്റ്സൊക്കെ എല്ലാ ടർക്കിഷ് ഷോപ്പിലും യൂഷ്വലി ഉണ്ടാവുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് ബിസ്ക്കറ്റ്സ് ഇല്ലേ, അത് തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ബില്ലിങ്ങിൽ പോയി നിൽക്കണം. അത്യാവശ്യം കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ആൾക്കാർ മൊത്തം ഇവിടെ നിന്ന് സാധനം മേടിക്കണം തോന്നുന്നു. എല്ലാ നാട്ടിലെയും പോലെ തന്നെ ബില്ലിങ്ങിൻ്റെ അവിടെ ഒരുപാട് സ്വീറ്റ്സ് വെച്ചിട്ടുണ്ടാവും. ഇവിടെ നേരെ മറിച്ച് അവർ കുറച്ചുകൂടെ ബിസ്ക്കറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ കുറച്ചധികം നാളുടെ എനിക്ക് ക്രീം ബിസ്ക്കറ്റ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങ് മേടിച്ചു. ഇപ്പോഴാണ് ആഷി എൻ്റെ കയ്യിലെ കെട്ട് കാണുന്നത്. അപ്പോൾ ഇത് ഇന്ന് എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ പുതിയൊരു മുറിവായിരുന്നു. അതൊന്ന് കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെ അത് കാണിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടേണായി. ഞാൻ പയ്യെ എൻ്റെ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചു തുടങ്ങി. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു വലിയ തണ്ണിമത്തം കണ്ടു. ഇത് ഏകദേശം ഒരെണ്ണം ഒരു 10-15 കിലോ ഒക്കെ ഉണ്ടാവും. ആദ്യമായിട്ട് ഇത്ര വലിയ തണ്ണിമത്തം കാണും കേട്ടോ. കൗതുകം കൊണ്ട് നോക്കി നിന്ന് പോയതാണ്. ഇന്ന് നമ്മൾ എവിടെ നിന്നില്ല, നേരെ വീട്ടിലേക്ക് വന്നിട്ട് വണ്ടി കയറി.
കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലേക്ക് പോയി. പോണ വഴിക്കാണ് നമ്മുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ല എന്ന് ഓർത്തത്. അപ്പോൾ ആഷി വഴിയിലിറങ്ങിയത് മേടിക്കാനായിട്ട് പോയി. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ നിർബന്ധമാണ്. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ വേഗം തന്നെ ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം കേട്ടോ. അപ്പോൾ ബീഫ് ഫ്രൈ റെഡിയായി. ഇന്നത്തെ ഉദ്ദേശം ഏകദേശം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മെനു കപ്പ, ബീഫ് ഫ്രൈ, ബീഫ് കറി ആയിരുന്നു. അപ്പോൾ അതോടുകൂടി ഈ ഒരു വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ നല്ല ബീഫായിരുന്നു. എല്ലാവരും പോയി ട്രൈ ചെയ്യണേ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.